നിന്റെ സ്വന്തം ജേട്ടനാണ് വരുന്നത്. ആ ജേട്ടൻ വരുമ്പോൾ നീ ബഹുമാനിക്കണം. ആ ബഹുമാനം പഴയകാലത്ത് ഉമ്മമാരാണ് നന്നായി പഠിപ്പിച്ചിരുന്നത്. ഉമ്മമാരെ ആ അദബ് ഇന്ന് വിട്ടുപോകാൻ പാടില്ല. അതാണ് ഏറ്റവും വലിയ മാനക്കേട്. ജേട്ടനും അഞ്ചനും തമ്മിലുള്ള വ്യത്യാസം ഒരു മിനിറ്റിന്റെ വ്യത്യാസത്തിൽ വന്ന മഹാന്മാരാണ്. ബഹുമാനപ്പെട്ട ഹസൻ ഇബ്നു സ്വാലിഹ്, അലി ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹുമാ ഇരട്ടകളാണ്. അവര് ജനിച്ച ഉടനെ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ബാപ്പ മരണപ്പെട്ടു പോയി. പിന്നെ ഉമ്മാന്റെ തണലിലാണ് ഈ രണ്ട് മക്കളും വളരുന്നത്. അതിൽ മൂത്ത ആളാണ് ഹസൻ ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹു. ആ ഹസൻ ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഒരു സദസ്സിൽ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ ബാക്കിലാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹുവിന്റെ സീറ്റ്. ഒരേ വലുപ്പമാണ്, കണ്ടാലും ഏറെക്കുറെ ഒരേ രൂപമാണ്. പക്ഷേ ജ്യേഷ്ഠൻ നടക്കുമ്പോ പിന്നാലെയല്ലാതെ നടന്നിട്ടില്ല. ചോദിച്ചു, നിങ്ങൾ ഇരട്ടകളല്ലേ? അപ്പൊ അനുജന്റെ മറുപടി, അലി ഇബ്നു സ്വാലിഹ് തങ്ങളെ മറുപടി, അതെ, ഞാൻ വരുന്നതിന്റെ ഒരു മിനിറ്റ് മുമ്പല്ലേ എന്റെ ജേട്ടൻ ദുനിയാവിലേക്ക് വന്നത്. അങ്ങനെയാണെങ്കിലും അതെന്റെ മൂത്ത ആളാണ്. മണിക്കൂറിന്റെ മാറ്റമുണ്ടോ? ഇല്ല. ദിവസത്തിന്റെ മാറ്റമുണ്ടോ? ഇല്ല. മാസങ്ങളുടെ വർഷങ്ങളുടെ മാറ്റമുണ്ടോ? ഇല്ല. ഇത് ഉപ്പമാരെ നമ്മൾ പകർത്തി കാണിച്ചു കൊടുക്കണം. എന്റെ ഉപ്പ എഴുന്നേറ്റത് ഒന്നുമല്ല, എന്റെ ജേട്ടനാ വരുന്നത്. സത്യത്തിൽ ആ ജേട്ടന് കഴിവ് കുറവാണ്. എല്ലാ മേഖലകളിലും ആള് വീക്കുള്ള ആളാണ്, വീക്ക്നെസ് ഉള്ള ആളാണ്. പക്ഷേ ഏത് മേഖലയിൽ ആള് താഴോട്ടാണെങ്കിലും ഒരു വിഷയത്തിൽ ആള് മുന്നോട്ടാണ്. അതേതിലാണ്? മൂത്ത തലം എന്ന നിലക്ക്, മൂത്ത ആള് എന്ന നിലക്ക് ഒരു പരിഗണന വിടാൻ പറ്റൂല. അങ്ങനെയാണത് മക്കൾക്ക് പഠിപ്പിക്കുന്നത്. ഉപ്പ എന്തിനാണ് ഇപ്പൊ എഴുന്നേറ്റത്? അത് എന്റെ ജ്യേഷ്ഠനാണ് മോനെ, മൂത്താളാണ്, അഥവാ നിന്റെ മൂത്താപ്പയാണ്. ആ മൂത്താപ്പയല്ലേ ഉപ്പാനോട് കഴിഞ്ഞ ദിവസം കുറെ ചൂടായി സംസാരിച്ച് ചീത്ത പറഞ്ഞത്. അതൊക്കെയാണെങ്കിലും ഞാൻ ബഹുമാനിക്കേണ്ട ഒരു തലമുണ്ട്. അതാ മൂത്തവൻ എന്ന അർത്ഥത്തിലുള്ള ബഹുമാനം ഇതുകൊണ്ടൊന്നും പോകൂല. സത്യത്തിൽ നോക്കൂ, ആ ഒരു തലം, ആ ഒരു ബഹുമാനം വല്ലാത്ത ബഹുമാനമാണ്. ഈ രണ്ട് മഹാന്മാര് അവർക്ക് ഈ അദബ് പഠിപ്പിച്ചത് ആ ഉമ്മയാണ്.